ഹായ് ഡിയേഴ്സ്, നമ്മുടെ സീരീസ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ നല്ല കമൻസുകൾ നൽകുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ 5 രീതിയിൽ സെൻറ്റൻസുകൾ എഴുതാൻ നാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സഹായിക്കുന്നു എന്നതിന് ഹെൽപ്പ് ഓർ ഹെൽപ്സ്, സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഈസ്, ആം, ആർ ഹെൽപ്പിംഗ്, സഹായിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാസ് ഓർ ഹാവ് ഹെൽപ്ഡ്, അതുപോലെ സഹായിച്ചിരുന്നു ഹെൽപ്ഡ്, സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതിന് വാസ് ഓർ വെയർ ഹെൽപ്പിംഗ്. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? വളരെ എളുപ്പത്തിലാണ് പഠിച്ചത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ന്യൂ ക്ലാസ് എന്ന പ്ലേലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോസും അതിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഡൂഡസ് സഹായിക്കുന്നു എന്നായപ്പോൾ സഹായിച്ചിരുന്നു എന്നപ്പോൾ ഡൂഡസ് മാറി ഡിഡായി ഇല്ലേ? എന്നാൽ ഈസാമാർ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നായപ്പോൾ വാസൂർ വെയർ പ്ലസ് ING ആയി ഇല്ലേ? ഇനി സഹായിച്ചിട്ടുണ്ട് എന്ന ഹാസോർ ഹാവ് ഹെൽപ്ഡ് എന്താവണം? സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നാവണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത്, ഹാസ് ഹാവ് എന്നത് അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് എന്നത് ഹാഡ് എന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നാവുന്നത്. അത് മറക്കാതിരിക്കുക. അതായത് ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എഴുതാൻ, അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിലാണ് ആ ക്ലാസ് നടത്തുന്നത്. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്നുള്ള ക്ലാസ്സാണ്. എന്നിട്ട് ഇത് ഫുള്ളായിട്ടുള്ളതാണ് നമുക്ക് ഇനി ഈ വീഡിയോയിൽ ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, മറക്കാതിരിക്കുക, അത് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സുകൾ കണ്ടതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവും. അപ്പോൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ഹെൽപ്ഡ് മൈ മദർ. കണ്ടോ? ഹാഡ് ഹെൽപ്ഡ്, ഹാസ് ഹെൽപ്ഡ് അല്ലെങ്കിൽ ഹാവ് ഹെൽപ്ഡ് എന്നത് സഹായിച്ചിട്ടുണ്ട് എന്നാവുമ്പോൾ ഹാഡ് ഹെൽപ്ഡ് എന്തായി മാറുന്നു? സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നാവുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ഹെൽപ്ഡ് ഹിസ് മദർ. അവിടെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എങ്ങനെ വന്നാലും ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് ഹെൽപ്ഡ് ഹിസ് മദർ. ഒരേ ഹിസ്സല്ല ദെയർ മദർ. ഒരേ സെൻറ്റൻസുകൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ എക്സാമ്പിൾസ് പറയുന്നത്. നിങ്ങൾ ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് ആ വ്യത്യസ്തമായുള്ള രീതി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാതെ തന്നെ പ്രിപ്പോസിഷനും കൺജങ്ഷനും ഒക്കെ അവിടെ ആഡ് ചെയ്യാനും പറ്റും. അല്ലെങ്കിലാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത്. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മനസ്സിലാകുമ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നീ നിൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. യു ഹാഡ് ഹെൽപ്ഡ് യുവർ മദർ. അപ്പോൾ അവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഗോൺ. കണ്ടോ? വന്നിട്ടുണ്ടായിരുന്നു, ഹാഡ് കം. അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് റെഡ് ദ നോവൽ. കണ്ടോ? അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഹാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെ മൊത്തത്തിലുള്ള ആ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ സ്കൂളിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വെർബിലേക്ക് ഞാൻ കിടക്കാം. അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ഭക്ഷണം പാകം ചെയ്യുന്ന ഹീ ഹാഡ് കുക്ക്ഡ് ഹിസ് ഫുഡ്. അപ്പോൾ അവൻ ഭക്ഷണം പാകം ചെയ്യുന്നു എന്നാണെങ്കിൽ ഹീ കുക്സ് ഹിസ് ഫുഡ്. ഞാൻ പാകം ചെയ്യുന്നു എന്നാണെങ്കിൽ ഐ കുക്ക് മൈ ഫുഡ്. കണ്ടോ? എന്നാൽ അവൻ ഭക്ഷണമാണെങ്കിൽ ഹീ ഈസ് കുക്കിംഗ് ഹിസ് ഫുഡ്. അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്, ഹി ഹാസ് കുക്ക്ഡ് ഹിസ് ഫുഡ്. അവൻ ഭക്ഷണം പാകം ചെയ്തിരുന്നു, ഹി കുക്ക്ഡ് ഹിസ് ഫുഡ്. അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി വാസ് കുക്കിംഗ് ഹിസ് ഫുഡ്. ഇനി അവൻ്റെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പേ പറഞ്ഞത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് വാസ് കുക്കിംഗ്. ഇവിടെ ഹി ഹാഡ്
cooked his food. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ചെറിയ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ഇനി നോക്കേണ്ടത് ഇത് തന്നെ നമ്മൾ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് എന്നതുവരെ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു ഇല്ലേ. ഹാസ് ഹീ കുക്ക്ഡ് ഹിസ് ഫുഡ്സ്. അപ്പോൾ ഇവിടെ അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണെങ്കിൽ എന്ത് വരും? ഹാഡ് ഇങ്ങ് മുമ്പിലെടുക്കണം അല്ലേ. ഹാഡ് ഹീ കുക്ക്ഡ് ഹിസ് ഫുഡ്സ്. ഇനി അവൻ എന്താണ് പാകം ചെയ്തത്? വാട്ട് ഹാഡ് ഹീ കുക്ക്ഡ്. ഓക്കെ. ഇനി അവൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് കുക്കിംഗ് ഹിസ് ഫുഡ്. അപ്പോൾ അവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഹീ കുക്കിംഗ് ഹിസ് ഫുഡ്. അവൻ എന്താണ് പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്? വാട്ട് വാസ് ഹീ കുക്കിംഗ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? അത് യെസ് ഓ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമാണല്ലോ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ആദ്യം നമ്മൾ ഹീ റീഡ്സ് എ നോവൽ. എന്താണ്? ഡസ് ഹീ റീഡ് എ നോവൽ? വാട്ട് ഡസ് ഹീ റീഡ് അല്ലേ. ഹീ ഈസ് റീഡിങ് എ നോവൽ എന്താവും? ഈസ് ഹീ റീഡിങ് എ നോവൽ? വാട്ട് ഈസ് ഹീ റീഡിങ്. അടുത്തതും എന്താണ്? ഹീ ഹാസ് ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. അവൻ എന്താണ് വായിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അവൻ വായിച്ചിട്ടുണ്ടോ? ഹാസ് ഹീ റെഡ് എ നോവൽ? ഓക്കെ. വാട്ട് ഹാസ് ഹീ റെഡ്? ഓക്കെ. എന്നാൽ പാസ്റ്റിലേക്ക് മുമ്പാണെങ്കിൽ ഹീ റെഡ് എ നോവൽ. അവനൊരു നോവൽ വായിച്ചു. അവൻ നോവൽ വായിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ റെഡിൽ നിന്ന് എന്തെടുക്കണം? ഡിഡ് എടുക്കണം. അപ്പം ഡിഡ് ഹീ റീഡ് എ നോവൽ. അവൻ എന്താണ് വായിച്ചത്? വാട്ട് ഡിഡ് ഹീ റീഡ്. കണ്ടോ? എന്നാൽ അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് റീഡിങ് എ നോവൽ. അവൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഹി റീഡിങ് എ നോവൽ. അവൻ എന്താണ് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നത്? വാട്ട് വാസ് ഹി റീഡിങ്. അവൻ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് റീഡ് എ നോവൽ. അവൻ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹാഡ് ഹി റീഡ് എ നോവൽ. അടുത്തത് അവൻ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് എന്താണ് വായിച്ചിട്ടുണ്ടായിരുന്നത്? എന്തു പറയും ഇവിടെ? വാട്ട് ഹാഡ് ഹി റീഡ്. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഒപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസും മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് ചെയ്തിടുക. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സെൻറ്റൻസിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാം എഴുതണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് എന്ന് പറയുന്നത് ദേർ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അവൻ അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 5 സെൻറ്റൻസിൻ്റെയും ക്വസ്റ്റ്യൻസും ഒപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസും ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എന്നും കാണുന്നവർ കറക്റ്റായിട്ട് എക്സസൈസ് അയക്കുക, ഒട്ടും തന്നെ ഡിലേ വരുത്താതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ആൻസേഴ്സ് എത്രയും പെട്ടെന്ന് അയക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.